Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today we are discussing SCRT Class 9, Chapter 12, Proportion. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പേജ് നമ്പർ 185 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. പ്രപ്പോർഷണൽ ആണോ അല്ലയോ എന്നുള്ളത് അല്ലേ. അതിനകത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡ്യൂറിങ് റെയിൻഫോൾ the volume of water falling in each square meter may be considered equal. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഓരോരോ ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഓരോ സ്ക്വയർ മീറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ വോളിയം ഓരോ സ്ക്വയർ മീറ്ററിലും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് റെയിൻഫോൾ ദ വോളിയം ഓഫ് വാട്ടർ ഫോളിങ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ മേ ബി കൺസിഡേർഡ് ഈക്വൽ. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ വോളിയം ഓഫ് വാട്ടർ falling in a region is proportional to the area of the region. Volume of water is proportional to area എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വോളിയം ഓഫ് വാട്ടർ ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ ആർ ഈക്വൽ. വോളിയം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. വോളിയം ഓഫ് വാട്ടർ falling in each square meter are equal. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ അപ്പോൾ വോളിയം ഓഫ് ദ റെയിൻഫോൾ ഇൻ 1 സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിലുള്ള വോളിയം എന്താ? ലെറ്റ് ഇറ്റ് ബി കെ. സോ വോളിയം ഓഫ് റെയിൻ ഫോളിങ് ഓൺ 1 മീറ്റർ സ്ക്വയർ, ഒരു മീറ്റർ സ്ക്വയറിലുള്ള വോളിയം എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി കെ. അപ്പോൾ വോളിയം ഓഫ് റെയിൻ ഫോളിങ് ഓൺ 2 മീറ്റർ സ്ക്വയർ എന്തായിരിക്കും? 2 ഇൻറ്റു കെ. ഒരു മീറ്റർ സ്ക്വയറിൽ കെ ആണെങ്കിൽ 2 മീറ്റർ സ്ക്വയറിൽ 2 ഇൻറ്റു 1 മീറ്റർ സ്ക്വയറിലുള്ള വോളിയം ദറ്റ് ഇസ് 2k. ദെൻ വോളിയം ഓഫ് റെയിൻഫോൾ ഓൺ 3 മീറ്റർ സ്ക്വയർ എന്തായിരിക്കും? It will be 3 into k. So volume of rainfall on എത്ര മീറ്റർ സ്ക്വയർ is equal to k into എത്രയാണോ മീറ്റർ സ്ക്വയർ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വോളിയൂം അവിടെ വരുന്ന വോളിയൂം ആൻഡ് കെ, ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ അല്ലേ. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇൻ ഈച്ച് മീറ്റർ സ്ക്വയർ, ഇവിടെ ബേസ് ആണ് 1 മീറ്റർ സ്ക്വയർ, ബേസ് ഏരിയ ആണ് 1 മീറ്റർ സ്ക്വയർ. അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. വോളിയം ഇസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ആദ്യത്തെ കേസിലെ ബേസ് ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. സോ വി ആർ ഗെറ്റിംഗ് വോളിയം ആസ് 1 ഇൻറ്റു കെ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് വോളിയം കിട്ടുന്നത് 1 ഇൻറ്റു കെ ആണ്. സെക്കൻഡ് കേസിൽ വോളിയം കിട്ടുന്നത് 2 ഇൻറ്റു കെ ആണ്. തേർഡ് കേസിൽ നമുക്ക് വോളിയം കിട്ടുന്നത് 3 ഇൻറ്റു കെ ആണ്. അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? y ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കെ ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ y ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. y ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. എക്സ് ആണ് ചേഞ്ച് ആവുന്നത് അക്കോർഡിംഗ് ടു ദ ഏരിയക്ക് അനുസരിച്ച് എക്സ് മാറുന്നുണ്ട്. സോ y is equal to k into x. That means y is directly proportional to x. y is proportional to x. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വോളിയം ഓഫ് വാട്ടർ ഫോളിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ റീജിയൻ. അപ്പോൾ ആ റീജിയൻ്റെ ഏരിയ ആയിട്ട് പ്രപ്പോർഷണലാണ്. y is proportional to x. സോ വോളിയവും ബേസ് ഏരിയയും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ അവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക എന്താണ്? ഹൈറ്റ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ഒരു 1 മീറ്റർ സ്ക്വയർ എടുക്കുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ 2 മീറ്റർ സ്ക്വയർ എടുക്കുമ്പോൾ 2k ആയിട്ടാണ് വരുന്നത് അല്ലേ. സോ വോളിയം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. ദറ്റ് മീൻസ് y ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്സ് ആൻഡ് ദ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഇസ് കെ. സോ അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് വോളിയം ഓഫ് ദ വാട്ടർ ഫോളിങ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ is proportional to the area of the region. So
ഏരിയ ഓഫ് ദ റീജിയന് പ്രപ്പോർഷണലാണ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? വൈ ദ ഹൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ കളക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് സൈസ്ഡ് ഹോളോ പ്രിസംസ് കെപ്റ്റ് നിയർ വൺ അനദർ ആർ ഈക്വൽ. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാം? അടുത്തടുത്ത് വെച്ചിരിക്കുന്ന ഹോളോ പ്രിസംസിൽ വെള്ളം റെയിൻ വാട്ടർ കളക്ട് ചെയ്യുമ്പോൾ ഹൈറ്റ്സ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ്? അപ്പോൾ ലെറ്റ് എക്സ് ബി ദ ബേസ് ഏരിയ. എക്സ് ഇസ് ദ ബേസ് ഏരിയ ഓഫ് ദ വെസൽ. കളക്ട് ചെയ്യുന്ന വെസലിൻ്റെ ബേസ് ഏരിയ ആണ് എക്സ്. ആൻഡ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ. ഹൈറ്റ് ഓഫ് ദി വാട്ടർ കളക്റ്റഡ്. Therefore, what is the volume? Volume of the water is equal to base area into height. So, volume of water collected is different in hollow prisms having different base area. വോളിയം കളക്ട് ചെയ്യുന്നത് പല ഹോളോ പ്രിസംസിലും പല ബേസ് ഏരിയ ആയിരിക്കും. പല ഹോളോ പ്രിസംസിലും ബേസ് ഏരിയാസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വോളിയം ഓഫ് വാട്ടർ collected is different in hollow prisms. In hollow prisms having different base area. Different base area. അപ്പോൾ വോളിയം ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ എന്തായിരിക്കും? വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഹൈറ്റ്. ഇവിടുന്ന് ഈ ഏരിയനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വോളിയം ബൈ ഏരിയ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി വാട്ടർ ലെവൽ. ഹൈറ്റ് ഓഫ് ദി വാട്ടർ ലെവൽ. സോ ദ ഹൈറ്റ് വിൽ ഓൾവേസ് ബി ദ സെയിം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹൈറ്റ് എല്ലാത്തിലും സെയിം ആയിരിക്കും. Therefore, the height at which rainwater collected is same. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വോളിയം ഓഫ് വാട്ടർ ഇസ് ഡിഫറെൻറ്റ് ഇൻ ഹോളോ പ്രിസംസ് ഹാവിങ് ഡിഫറെൻറ്റ് ബേസ് ഏരിയ. അപ്പോൾ വോളിയം ഓഫ് വാട്ടറും വോളിയം മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്? ബേസ് ഏരിയയ്ക്ക് അനുസരിച്ച് വോളിയം മാറും. പക്ഷേ വോളിയം ബൈ ബേസ് ഏരിയ വിൽ ബി ഹൈറ്റ്. അപ്പോൾ അത് ചേഞ്ച് ആവുന്നില്ല. അടുത്തടുത്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നമ്മുടെ ഹൈറ്റ് സെയിം ആയിരിക്കും. നൗ നെക്സ്റ്റ് വൺ. വെൻ എ വെയിറ്റ് ഇസ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിംഗ്, the extension is proportional to the weight. Explain how this can be used to mark weights on a spring balance. അപ്പോൾ ഒരു വെയിറ്റ് ഒരു സ്പ്രിങ്ങിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ പ്രപ്പോർഷണൽ ആണ്. അതെങ്ങനെ പറയാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം ഒരു അൺസ്ട്രെച്ച്ഡ് വെയിറ്റ് ഇടാത്ത ഒരു സ്പ്രിങ് എടുത്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ 1 kg വെയിറ്റ് ഇടും. സോ അതിൻ്റെ അത് എത്ര ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. എക്സ്റ്റൻഷൻ എത്രയാണെന്ന് നോക്കുക. അത് എക്സ് ആണ്. ഇനി ആ വെയിറ്റിനെ ഡബിൾ വെയിറ്റ് ആക്കി 2 kg വെയിറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എത്രയായിരിക്കും? ഡബിൾ ആയിരിക്കും. അപ്പോൾ 2 kg വെയിറ്റ് ഇടുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എക്സ് എന്നുള്ളത് 2x ആവും ഈ എക്സ്റ്റൻഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ സ്പ്രിംഗ് ബാലൻസ് മാർക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഒരു വെയിറ്റും മാർക്ക് ചെയ്യാത്ത മാർക്ക് ദ പോയിന്റർ വെൻ നോ വെയിറ്റ് ഇസ് ഹാങ്ങിങ് ഓൺ ഇറ്റ്. അപ്പോൾ പോയിന്റർ ഒരു വെയിറ്റും ഇല്ലാത്തപ്പോൾ ഉള്ളൊരു ഒരു വെയിറ്റും നമ്മൾ തൂക്കിയിടാത്ത സമയത്ത് ഹാങ് ചെയ്യാത്ത സമയത്തുള്ള ആ പോയിന്റർ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 1 kg വെയിറ്റ് 1 kg വെയിറ്റ് നമ്മളതിൽ ഹാങ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? 1 kgക്ക് സപ്പോസ് ഇറ്റ് ഇസ് 2 cm ആണ് ഡിഫറൻസ് എക്സ്റ്റൻഷൻ വരുന്നതെന്ന് വിചാരിക്കുക. സോ 1 kgക്ക് അപ്പോൾ 2 kg ഇടുമ്പോഴോ എത്ര എക്സ്റ്റൻഷൻ വരും? 1 kg ഇടുമ്പോൾ 2 cm.
സോ 2 kg ഇടുമ്പോൾ 4 സെൻറ്റിമീറ്റർ, പിന്നെ 3 kg ഇടുമ്പോൾ 6 സെൻറ്റിമീറ്റർ, ദെൻ 4 kg ഇടുമ്പോൾ 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻസ് പോകുന്നത്. എന്നിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്പ്രിംഗ് ബാലൻസ് എടുക്കുക, എന്നിട്ട് മാർക്ക് ദ പോയിന്റർ വെൻ നോ വെയിറ്റ് ഇസ് ഹാങ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ആദ്യം ഒരു വെയിറ്റും ഇല്ലാത്തപ്പോൾ ഉള്ളത് നമ്മൾ മെഷർ ചെയ്ത് വെക്കുക. മാർക്ക് ദ പോയിന്റ് വെൻ എ കോൺസ്റ്റൻറ്റ് വെയിറ്റ് ഇസ് ഹാങ്ങിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെയിറ്റ്, ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി 1 kg വെയിറ്റ് ഹാങ് ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് മൂവ് ചെയ്യുന്നത് നോക്കുക. പിന്നെ ആ സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും 2 kg ഇടുമ്പോൾ അത്രയും തന്നെ മൂവ് ചെയ്യും അല്ലേ. പിന്നെ 3 kg ഇടുമ്പം ഇപ്പോൾ 2 kg 1 kg വെയിറ്റ് ഇട്ടപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 kg വെയിറ്റ് ഇടുമ്പോൾ 4 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യും. പിന്നെ 3 kg ഇടുമ്പോൾ 6 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യും. അങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. സോ 1 2 3 4 എക്സെട്ര kgs വെയിറ്റ് ഇടുമ്പോൾ 2 4 6 8 എക്സെട്ര ആണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അതിൻ്റെ മാർക്കിംഗ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. സോ എന്നിട്ട് നമ്മൾ അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടയിലുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു വെയിറ്റ്, വെൻ എ വെയിറ്റ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിംഗ് ദ എക്സ്റ്റൻഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ക്യാൻ ബി യൂസ് ടു മാർക്ക് വെയ്റ്റ്സ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ആദ്യം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. മാർക്ക് ദ പോയിന്റർ, വെൻ നോ വെയിറ്റ് ഇസ് ഹാങ്ങിങ് ഓൺ ഇറ്റ്. ഒരു വെയിറ്റും ഇല്ലാത്തപ്പോൾ അതിൻ്റെ പോയിന്റർ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. ദെൻ മാർക്ക് ദ പോയിന്റ് വെൻ എ കോൺസ്റ്റൻറ്റ് വെയിറ്റ് is hanging on it. For example, when we hang 1 kg on it, a 2 centimeter extension is made. Then if you hang 2 kg 4 centimeter extension, so what can you write? So we mark 1 2 3 4 from the points. ആദ്യം മാർക്ക് ചെയ്ത പോയിന്റ്സിൽ നിന്ന് we mark 1 2 3 4 from the points marked first, that is 2 4 6 8. പിന്നെ ഈ കിട്ടിയത് 2 ആണിത്. 2 4 6 8. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ വീണ്ടും 10 ഈക്വൽ പാർട്സ് ആക്കുക. അപ്പോഴേ നമുക്ക് ആ 1.1 2.1 kg ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദീസ് ഡിസ്റ്റൻസസ് ആർ ഡിവൈഡഡ് into equal parts. Then we can mark the points 1.1 kg, 2.4 kg, etc. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കെല്ലാം ഡെസിമൽ പോയിൻറ്റും ഉള്ളതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്നുമില്ലാത്തൊരു ഇതെടുക്കുക. എന്താണ്? മാർക്ക് ദ പോയിന്റർ വെൻ നോ വെയിറ്റ് ഇസ് ഹാങ്ങിങ് ഓൺ ഇറ്റ്. അപ്പോൾ പോയിന്റർ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടോ ദെൻ മാർക്ക് ദ പോയിന്റ് വെൻ എ കോൺസ്റ്റൻറ്റ് വെയിറ്റ് ഇസ് ഹാങ്ങിങ് ഓൺ ഇറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1 kg വെയിറ്റ് തൂക്കിയിടുമ്പം ഹാങ് ചെയ്യുമ്പോൾ 2 centimeter എക്സ്റ്റൻഷൻ. പിന്നെ അതിനനുസരിച്ച് 1 kgക്ക് പകരം 2 kg ഇടുക. 2 kg ഇടുമ്പോൾ 4 centimeter എക്സ്റ്റൻഷൻ വരും. സോ 1 സെൻറ്റിമീറ്ററിന് 2 സെൻറ്റിമീറ്റർ, 2 kgക്ക് 4 സെൻറ്റിമീറ്റർ, അങ്ങനെ എക്സ്റ്റൻഷൻ വരും. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യുക.
എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡെസിമൽ പോയിൻറ്റ്സ്, അതായത് 1.1 kg എവിടെ മാർക്ക് ചെയ്യണം. അതിന് ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ 1.1, 2.4 ഒക്കെ മാർക്ക് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് വൺ. In the angle below, for different points on the slanted line, as the distance from the vertex of the angle changes, the height from the horizontal line also changes. Prove that height is proportional to the distance. Height is proportional to the distance എന്ന് പറഞ്ഞാൽ ഇവിടെ AP ആണ് ഡിസ്റ്റൻസ്, ഇതാണ് ഡിസ്റ്റൻസ്. So this is the height. ഹൈറ്റും ഡിസ്റ്റൻസും പ്രപ്പോർഷണൽ ആണെന്ന് കാണിക്കണം. സോ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഏത് ട്രയാങ്കിൾ? ABP, പിന്നെ ACQ, ADR, AES ഒക്കെ എടുക്കുക. ഇതൊക്കെ സിമിലർ ട്രയാങ്കിൾസാണ്. ബിക്കോസ് എന്താ, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾസ് ആർ 90 ഡിഗ്രി ആംഗിൾസ്. ഇതൊക്കെ 90 ഡിഗ്രി ആംഗിൾസാണ്. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് ABP, ACQ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ A കോമൺ ആംഗിളാണ്. Therefore, two angles are same. Definitely, the third angle also will be same. Therefore, all the triangles are similar. But similar ആണെങ്കിൽ the side opposite to equal angles will be proportional. Equal angles ന് opposite ആയിട്ടുള്ള sides proportional ആണ്. ഇപ്പോൾ equal angle എന്ന് പറഞ്ഞാൽ angle A is equal in all the triangles. കണ്ടോ, ABP, ACQ, ADR എല്ലാത്തിലും angle A കോമൺ ആണ്. So angle A is common. So opposite to equal angles the sides are proportional. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് PB ഡിവൈഡഡ് ബൈ 90ക്ക് ഓപ്പോസിറ്റ് AP. ദെൻ സെയിം വേ പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ PB ബൈ AB എന്ന് എടുത്താലും മതി. ദെൻ ഈ വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ QC ബൈ AC, ദെൻ RD ബൈ AD, ദെൻ SC by AE. So we can find out what are the sides. അപ്പോൾ PB എന്താണ്, PBയും ABയും തമ്മിലുള്ള റിലേഷൻ കാണാം. എന്നിട്ട് ഇത് ഹൈറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ ABP, ട്രയാങ്കിൾ ACQ, triangle ADR and triangle AES. ഇതൊക്കെ എന്താണ്? These all are similar triangles. These all are similar triangles. എന്തുകൊണ്ടാണ് റീസൺ? Because these there is an angle 90 degree angle which is common in every triangle, and also angle A is common to all. Because this is similar because one angle is 90 degree. One angle is 90 degree for triangle ABP, then triangle ACQ, triangle ADR and so on. ഒരു ആംഗിൾ 90 ആണ്. ആൻഡ് ഓൾസോ ആംഗിൾ A is common in all triangles. Then sides opposite to equal angles are proportional. Since triangle ABP, triangle ACQ, triangle ADR, triangle AES are similar, sides opposite to equal angles are proportional. Sides opposite to equal angles are proportional. So which are the sides opposite to equal angles? That is PB divided by AB is equal to QC divided by AC.
is equal to RD by AD is equal to SC by AE. These all are proportional, and let there be proportion means all these എല്ലാം ഇതിൻ്റെ ഒക്കെ റേഷ്യോസ് സെയിം ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈക്വൽ ടു ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു കെ. അപ്പോൾ എന്ത് എഴുതാം? അപ്പോൾ പി ബി എന്താണ്? പി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ബി. ക്യു സിയോ? ക്യു സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ സി. ദെൻ ആർ ഡി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഡി. ദെൻ എസ് സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇ. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താണ്? ചേഞ്ച് ഇൻ ഹൈറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഹൈറ്റ് ഇസ്, ഇതാണ് ചേഞ്ച് ഇൻ ഹൈറ്റ്, ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റി അല്ലേ. എല്ലാ ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് പ്രപ്പോർഷണലും ആണ്. സോ പ്രപ്പോർഷണൽ ആണെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രപ്പോർഷണൽ. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? പി ബി ബൈ എ ബി ഇസ് ഈക്വൽ ടു സി ക്യു ബൈ എ സി ഈക്വൽ ടു ആർ ഡി ബൈ എ ഡി ഇസ് ഈക്വൽ ടു എസ് സി ബൈ എ ഇ. എല്ലാം പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഈക്വൽ ടു കെ കൊടുക്കാം. എന്നിട്ട് ഓരോ സൈഡ്, ദാറ്റ് ഈസ് പി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ബി, ക്യു സി ഈസ് ഈക്വൽ ടു, അങ്ങനെ ഓരോന്നായിട്ട് കിട്ടും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. ഹൈറ്റും ഡിസ്റ്റൻസും പ്രപ്പോർഷണൽ ആണ്. ഇനി അതിലൊരു കാര്യം കൂടെ, ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ഉണ്ട്. Calculate the constant of proportionality for 30 degree, 45 degree and 60 degree angles. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കണം. ആ ട്രയാങ്കിൾ എ ബി പി തന്നെ എടുത്താൽ മതി. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരച്ച് നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി പി. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് ആംഗിൾ എ ഒരെണ്ണം 30 ഡിഗ്രി എടുക്കുക. അപ്പോൾ അതിങ്ങനെയല്ലേ വരിക? ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദിസ് ഇസ് എ, ബി, പി. ദിസ് ആംഗിൾ ഇസ് എ ഈസ് ഗിവൺ ആസ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി കാൽക്കുലേറ്റ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്താണെന്നാണ് കാണേണ്ടത്. സോ ഇത് 30 ആണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ദിസ് വിൽ ബി 60 ഡിഗ്രി. എന്താ റേഷ്യോ? 1:√3:2. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1ഉം 60ക്ക് ഓപ്പോസിറ്റ് √3ഉം, ഇത് ഹൈറ്റും. ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എന്താണ്? കാൽക്കുലേറ്റ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആണ് കാണേണ്ടത് ഫോർ 30 ഡിഗ്രി, 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അപ്പോൾ എന്തായിരിക്കും കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി? അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ കിട്ടി. ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി അല്ലേ. അപ്പോൾ ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇവിടെ 1 ആണ് ആൻഡ് distance is 2. So the constant of proportionality will be 1/2 in the case of angle 30 degree. അപ്പോൾ എന്താ നമ്മൾ എഴുതണ്ടേ? അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. 1:√3:2 ആണ് റേഷ്യോ. When angle A is equal to 30 degree, change in height is proportional to the distance. Proportional to the distance. Distance in a proportional ആണ്. Change in height is proportional to the distance. Therefore, constant of proportionality is equal to 1/2. ഇനി നെക്സ്റ്റ് കേസ് അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 60 ഡിഗ്രി. സെക്കൻഡ് കേസ് അതേ ട്രയാങ്കിളിൽ നമ്മൾ എക്ക് 30 ഡിഗ്രിക്ക് പകരം 60 ഡിഗ്രി കൊടുക്കാം. ഇൻ ട്രയാങ്കിൾ
ABP, angle A is equal to 60 degree ആണെങ്കിൽ 60 degree ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. This is angle ABP. This angle is 60 degree. So this will be 30, 90. 30 ക്ക് ഓപ്പോസിറ്റ് 1, ഇവിടെ √3, ഇവിടെ 2. So what is the change in height? Change in height is proportional to the distance ആണ് എപ്പോഴും. അപ്പോൾ change in height is proportional to the distance എന്ന് പറഞ്ഞാൽ constant of proportionality എന്ത് വരും? Constant of proportionality is height by distance. It is √3/2. So change in height is proportional to the distance. Therefore constant of proportionality ഈ കേസിൽ എന്താണ്? Constant of proportionality is equal to √3/2. ഇനി ഒരു കേസും കൂടെ ഉണ്ടായിരുന്നു അവിടെ. That is if angle A is equal to 45 degree. So isosceles right angle triangle, this is ABP, angle 45 degree. So this angle is 90 degree. അപ്പോൾ ഇതും 45. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what is the constant of proportionality? Constant of proportionality. അപ്പോൾ അതിൻ്റെ സൈഡ്സ് അറിയണ്ടേ? Ratio 1:1:√2. So constant of proportionality is height by distance. That is 1/√2 is the constant of proportionality. അപ്പോൾ ഓരോ കേസിലും എന്താണ് constant of proportionality എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ആൻഡ് ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഫോർ 30 degree, 45 degree ആൻഡ് 60 degree ആംഗിൾസ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. പ്രൊപ്പോർഷണാലിറ്റി ശരിക്കും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ചെയ്യാം. So thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.